മൂവാറ്റുപുഴയാറിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇതുവരെ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായൺ, ഇവരുടെ 2 വയസ്സുള്ള ആൺകുഞ്ഞ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. അതേസമയം 13 വയസ്സുള്ള മൂത്ത മകളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കായി പോലീസും ഫയർഫോഴ്സും പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30യോടെയാണ് മൂവാറ്റുപുഴയാറ്റിൽ മുളക്കുളം കളമ്പൂർ പാലത്തിന് സമീപം വിജി, 2 വയസ്സുള്ള കുഞ്ഞ് എന്നിവരുടെ മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയത്. പൂർണ്ണമായി കാഴ്ച പരിമിതിയുള്ള വിജിയുടെ മൃതദേഹം എറണാകുളം ജില്ലയിലെ പിറവം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും, കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം ജില്ലയിലെ വെള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് നാട്ടുകാർ കണ്ടെടുത്തത്. പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നത് കണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ഇവ കരയ്ക്കടുപ്പിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പിറവം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇതിന് പിന്നാലെ നടത്തിയ തെരച്ചിലിലാണ് ഭർത്താവ് നാരായണന്റെ മൃതദേഹവും തീരത്തടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മരണപ്പെട്ട നാരായണനും കുടുംബവും കോതമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം വാടക കുടിശ്ശിക വരികയും അവിടെ നിന്ന് താമസം മാറേണ്ടതായും വന്നു. വിജിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും കടുത്ത ദാരിദ്ര്യവും മൂലം വലഞ്ഞ കുടുംബം കഴിഞ്ഞയാഴ്ച കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്നു. കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ കോതമംഗലം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പണം സ്വരൂപിച്ച് ഇവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകിയിരുന്നു. കൂടാതെ നെല്ലിക്കുഴി ഭാഗത്ത് ഇവർക്കായി താൽക്കാലികമായി താമസിക്കാൻ ഒരു വാടക വീട് കണ്ടെത്തുകയും ചെയ്തു. വീട് കുടുംബത്തെ കൊണ്ടുപോയി കാണിക്കുകയും അടുത്തയാഴ്ച അവിടേക്ക് താമസം മാറാമെന്ന് പോലീസിന് ഉറപ്പു നൽകിയുമാണ് ഇവർ മടങ്ങിയത്. ബന്ധുക്കളുമായോ മറ്റുള്ളവരുമായോ അധികം സമ്പർക്കമില്ലാതെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. പള്ളിയിലും ഹോട്ടലിലും എത്തി. മരണത്തിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ നിർണായകമായി. ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വ്യാഴാഴ്ച രാത്രി ഈ കുടുംബം ഒന്നിച്ച് പിറവത്തുണ്ടായിരുന്നതായി പോലീസിന് CCTV ദൃശ്യങ്ങൾ കിട്ടി. വ്യാഴാഴ്ച രാത്രി 8:10ഓടെ പിറവം സെന്റ് മേരീസ് യാക്കോബായ കോൺഗ്രിഗേഷനിൽ എത്തിയ കുടുംബം 45 മിനിറ്റോളം പള്ളിയിൽ ചെലവഴിച്ചിരുന്നു. ഇതിനുശേഷം പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഐശ്വര്യ ഹോട്ടലിൽ എത്തി ഇവർ ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പാർക്കിന്റെ ഭാഗത്തേക്ക് ഇവർ നടന്നു പോകുന്നത് കണ്ടവരുണ്ട്. എന്നാൽ പിന്നീട് ചില CCTV ദൃശ്യങ്ങളിൽ വിജിയും കുഞ്ഞും മാത്രമാണ് ഹോട്ടൽ പരിസരത്ത് ഉണ്ടായിരുന്നതെന്നും സൂചനയുണ്ട്. ഈ സമയത്ത് ഭർത്താവോ മൂത്ത മകളോ ഒപ്പം ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച രാത്രി വരെ സന്തോഷത്തോടെ കണ്ട കുടുംബം വെള്ളിയാഴ്ച വൈകിട്ടോടെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വലിയ ദുരൂഹതയാണ് നിഴലിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യത മൂലമുള്ള കൂട്ട ആത്മഹത്യാ ശ്രമമാണോ അതോ അബദ്ധത്തിൽ പുഴയിൽ വീണുണ്ടായ അപകടമാണോ എന്നതുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാണാതായ 13 വയസ്സുകാരിയായ മൂത്ത മകളെ കണ്ടെത്താൻ പിറവം പോലീസും വെള്ളൂർ പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുകയാണ്. കുട്ടിയെ കണ്ടെത്തുന്നതോടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെയും മാത്രമേ ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ.